നമസ്കാരം. ചില ഉത്തരം കിട്ടാത്ത ദുരൂഹമായ കഥകളും അതിനു പിന്നിലെ കാരണങ്ങളും തേടിയുള്ള യാത്രയാണിത്. ഈ ലോകത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? അത് വാമ്പയറുകളോ ഡ്രാക്കുളയോ പ്രേതങ്ങളോ ഒന്നുമല്ല. അപൂർണമായ എന്തിനേയും പൂർണ്ണമായി കാണാൻ വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന ഭാവനകളാണ്. ഹോളിവുഡ് സിനിമകളിലെല്ലാം നമ്മൾ ഡ്രാക്കുളയെയും വേർവുൾഫുകളെയും കാണാറുണ്ട്. അത്തരം ഒരു കഥ നമ്മുടെ നാട്ടിലും നടന്നാലോ? അതെ, നമ്മുടെ കണ്ണൂരിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് അത്തരം ഒരു കഥയിലേക്കാണ്. കണ്ണൂരിലെ ഒരു മലയോര മേഖലയിൽ നടന്ന ഒരു അജ്ഞാത ജീവിയുടെ കണ്ടെത്തലിനെ കുറിച്ച്. കണ്ണൂരിലെ ഈ മലയോര ഗ്രാമത്തിൽ രാത്രികാലങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അജ്ഞാത ജീവി. ആരും കണ്ടിട്ടില്ല. കങ്കാരുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിപ്പോകുന്നു. അത്തരമൊരു ജീവിയെ കേട്ടപ്പോൾ തന്നെ ആളുകൾക്ക് പരിഭ്രാന്തിയായി. ഇത് മനുഷ്യരെ ഉപദ്രവിക്കുമോ, മൃഗങ്ങളെ കൊല്ലുമോ എന്നൊക്കെയുള്ള ഭീതി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ജീവിയെ നാട്ടുകാർ പിടികൂടുകയാണ്. എലിക്ക് വെച്ച കെണിയിൽ ആ ജീവി പെട്ടു. ഇരുകാലുകളിലും ഉയർന്നു നിൽക്കുന്ന ഈ ജീവിക്ക് കങ്കാരുവിനോട് സമാനമായ രൂപമുണ്ട്. ഇത് നീങ്ങുന്നത് കങ്കാരുവിനെ പോലെ തന്നെ ചാടി ചാടി തന്നെയായിരുന്നു. അതോടെ തന്നെ ആകെ നിഗൂഢതയായി. ജനങ്ങൾ പരിഭ്രാന്തരാവാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മറ്റും ഈ വാർത്ത പരന്നു തുടങ്ങി. എന്താണ് ഈ ജീവി? ഇതെവിടെ നിന്ന് വന്നു? ഈ ചോദ്യത്തിന് ഉത്തരവുമായി ഒരാൾ രംഗപ്രവേശനം ചെയ്യുകയായിരുന്നു. ഡിജോ തോമസ്. അയാൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ഇത് രക്ത അധിക എന്ന ചോര ഊറ്റിക്കുടിക്കുന്ന ഒരു അജ്ഞാത ജീവിയാണ്. കേരളത്തിൽ കണ്ടെത്തിയ ഈ ജീവിയെക്കുറിച്ച് ആർക്കും അറിവില്ല. താനാണ് ഈ ജീവിയെ ആദ്യം കണ്ടെത്തുന്നതെന്നും ഇതിന്റെ ശാസ്ത്രീയ നാമം ഉൾപ്പെടെ അയാൾ പറയുകയായിരുന്നു. ലോകത്തിലെ തന്നെ വളരെ അത്യപൂർവ ഒരു ജീവിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്ന രക്ത അധിക എന്നാണ്. കങ്കാരുവിന്റെ അതേ ജീവവർഗത്തിൽ ഉൾപ്പെട്ട ജീവിയാണെന്നും കങ്കാരുവിന്റെ കസിനായി വരുമെന്നൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ജനങ്ങൾ ഇതിനെ വിശ്വസിച്ചില്ല. പിന്നീട് ഇത് ബന്ധപ്പെട്ട വാർത്തകളും പഠനങ്ങളും അയാൾ നിരത്താൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളും പ്രാദേശിക മാധ്യമങ്ങളും ഇതിനെ അന്വേഷിച്ചു വന്നു. ഒരാഴ്ച മുൻപ് ഈ മേഖലയിൽ ഈ ജീവിയെ കണ്ടുവരുന്നതായി താമസക്കാർ തന്നെ പറഞ്ഞിരുന്നു. അവശനിലയിലായിരുന്നു ഈ ജീവി. വാർത്തകൾ പ്രസിദ്ധീകരിച്ച ശേഷം ഇത് വലിയൊരു ചർച്ചയായി. ഇതിനെ തുടർന്ന് വനം വകുപ്പും സംഭവ സ്ഥലത്തെത്തുകയായിരുന്നു. അങ്ങനെ ഈ സംഭവം സത്യമാണോ എന്നറിയാൻ ആരാണ് ഡിജോ തോമസ് എന്ന ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുകയായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് മുൻപ് തൃശ്ശൂരും ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നും ഡിജോ തോമസ് പ്രത്യക്ഷപ്പെട്ടു. രക്താതികയെക്കുറിച്ചുള്ള വാർത്തകൾ അന്നാണ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതും. ഇതിനു മുമ്പും തമിഴ്നാട് അതിർത്തിയിൽ നീലഗിരി കിടുവ എന്നൊരു പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയെന്ന് പറഞ്ഞ ഒരു വാർത്തയും ഡിജോ തോമസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. പലപ്പോഴായി പല മുൻനിര മാധ്യമങ്ങളിലും ഡിജോ തോമസിനെ പറ്റിയുള്ള വാർത്തകൾ മുൻപും വന്നിട്ടുണ്ട്. ഈ വിശ്വാസ്യത ജനങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ചുള്ള ആധികാരികമായ വിശ്വാസം ജനിപ്പിക്കാൻ കാരണമായി എന്ന് പറയാം. അങ്ങനെ എന്താണ് ഈ സംഭവം എന്നറിയാൻ എല്ലാവർക്കും ജിജ്ഞാസയായി. ഡിജോ തോമസിന്റെ അവകാശവാദങ്ങൾ ശരിയാണോ എന്ന് ഞങ്ങളും അന്വേഷിച്ചു. ഈ സംഭവം ആദ്യമായല്ല ലോകത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അമേരിക്കയിലും പോർട്ടോറിക്കോയിലും മെക്സിക്കോയിലും ഇതിന് സമാനമായ പല കഥകളും വന്നിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളുടെയും ജീവികളുടെയും രക്തം കുടിക്കുന്ന ഒരു പട്ടിയോട് സമാനമായ ഒരു ജീവി, ചുപ്പക്കാബ്ര. ഈ ചുപ്പക്കാബ്ര എന്ന് പറയുമ്പോൾ രക്തരക്ഷസുകളോട് സമാനമായ ഒരു പ്രതീതിയാണ് ജനങ്ങളിലുള്ളത്. പണ്ടുകാലങ്ങളിലെ ഏതാണ്ട് 17-18 നൂറ്റാണ്ടുകളിലാണ് ഈ കഥകൾ ജനങ്ങളിലേക്ക് എത്തുന്നതും. ജീവികളുടെ രക്തം ഊറ്റിക്കുടിക്കുകയും മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്ത ഈ ജീവി അപ്രത്യക്ഷമാവാറാണ് പതിവ്. ഇതിനെ ചുറ്റിപ്പറ്റി പിന്നീട് ഹോളിവുഡിൽ പല സിനിമകളും ഇറങ്ങി. ഇതേ ഇതിവൃത്തത്തെയാണ് അത് ചൂണ്ടിക്കാട്ടിയത്. പിന്നീട് ചുപ്പക്കാബ്ര എന്ന രീതിയിൽ പല ജീവികളെയും കണ്ടെത്തിയെന്ന അവകാശവാദങ്ങളും പലരും ഉന്നയിച്ചു. അതിലൂടെയാണ് പല കഥകൾക്കും ഒരു വഴിത്തിരിവാകുന്നത്. സത്യത്തിൽ എന്താണ് ചുപ്പക്കാബ്ര? ചെന്നായോ മരപ്പെട്ടിയോ അല്ലെങ്കിൽ കൂകർ എന്ന് വിളിപ്പിക്കുന്ന ഒരു പൂച്ചയുടെയോ അസുഖം ബാധിച്ച ഒരവസ്ഥയാണ് ഇവർ ചുപ്പക്കാബ്ര എന്ന് പറയുന്നത്. സമനില തെറ്റി വിശപ്പടക്കാതെ ഇവർ മനുഷ്യരെയും മൃഗങ്ങളെയും ആക്രമിക്കും.
പ്രത്യക്ഷത്തിൽ രൂപം കണ്ടാൽ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ ഇവയെ ഒരു രക്തരക്ഷസിനോട് സമാനമായ പേരിട്ട് വിളിച്ചു, ചുപ്പക്കാബ്ര, അതായത് രക്തം കുടിക്കുന്ന ജീവി എന്ന്. അങ്ങനെയാണ് ചുപ്പക്കാബ്രയുടെയും കഥ ജനങ്ങളിലേക്ക് എത്തുന്നതും. ഈ ജീവികൾ പൊതുവെ നക്ടേണൽ അഥവാ രാത്രി സഞ്ചാരികളായതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് ആധികാരികതയും ജനങ്ങളിൽ വിശ്വാസവും സൃഷ്ടിച്ചു. ഈ ചുപ്പക്കാബ്രയ്ക്കും ഈ രക്താതികയ്ക്കും സാമ്യമുണ്ടെന്നാണ് ഡിജോ തോമസ് ആദ്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കങ്കാരുവിന്റെ ഫാമിലിയാണ് ഇത് ഉൾപ്പെടുന്നതും. അപ്പോൾ സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന കങ്കാരുവിനോട് ഈ ചുപ്പക്കാബ്രയുമായുള്ള ബന്ധം? മൂന്ന് ഇടങ്ങളിലല്ലേ? ചുപ്പക്കാബ്രയുള്ളത് അമേരിക്കയിലും കങ്കാരു ഓസ്ട്രേലിയയിലും രക്താതിക ഇന്ത്യൻ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലും നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം. സംഭവം ഈസിയാണ്. കങ്കാരു ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഇന്ത്യയിൽ അത്തരം ഒരു ജീവിയെ കണ്ടെത്തിയതായി എവിടെയും തെളിവുകളില്ല. ചുപ്പക്കാബ്രയാണെങ്കിൽ അതൊരു മിത്തുമാണ്. എങ്ങനെയാണ് ഒരു ജീവിവർഗത്തെ ഈ ഭൂമിയിൽ പുതുതായി കണ്ടെത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുക? അതിന് അതിൻ്റെതായ പല രീതികളുമുണ്ട്. DNA ബാർകോഡിംഗ്, പിയർ റിവ്യൂ, അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രബന്ധം. ഈ പിയർ റിവ്യൂയിലൂടെയാണ് പുതുതായി വന്നതായി കണ്ടെത്തലുകൾക്ക് അംഗീകാരം ലഭിക്കുക. DNA ക്രോസ് ചെക്ക് ചെയ്ത് ലോകത്തുള്ള എല്ലാ ജീവികളെയും വെച്ച് താരതമ്യം ചെയ്യും. എന്തെങ്കിലും ജനിതകമായ മാറ്റങ്ങളോ സാമ്യമോ ഉണ്ടോ എന്ന് കണ്ടെത്തും. അതിനുശേഷം മാത്രമാണ് ഇവയെ പുതിയ ജീവിവർഗമായി അംഗീകരിക്കാൻ സാധിക്കുക. അങ്ങനെ ഇരിക്കെ ഡിജോ തോമസ് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമ്മൾക്കറിയാൻ സാധിക്കും. ഡിജോ തോമസ് ഇതിനു മുന്നും വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീലഗിരി കടുവ എന്ന ഒരു ജീവിയെക്കുറിച്ച്. പുലിയെ പോലെ കടുവയെ പോലെയുമുള്ള ഈ ജീവി പുരാണങ്ങളിലും പണ്ട് ജനങ്ങൾ പറഞ്ഞു കേട്ടതുമായ പല കഥകളും അയാൾ അന്നും ആവർത്തിച്ചിരുന്നു. അതിനെ ഞാൻ ശാസ്ത്രീയമായി തെളിയിക്കുകയും അതിന്റെ ധാരാളം ന്യൂസുകൾ വരികയും ചെയ്തിരുന്നു. നീലഗിരി കടുവയുടെ സാന്നിധ്യത്തെ അപ്പാടെ ശാസ്ത്രലോകം നിരാകരിച്ചിരുന്നു. അതിന് സമാനം തന്നെയായിരുന്നു ഈ സംഭവം. ചുപ്പക്കാബ്രയും രക്താതികയും ഒന്നുമായിരുന്നില്ല ഇവിടെ കണ്ടെത്തിയ അജ്ഞാത ജീവി. അതൊരു സാധാരണ മരപ്പെട്ടിയാണ്. മരപ്പെട്ടിക്ക് എന്തോ ത്വക്കുരോഗം ബാധിച്ച് വിശപ്പ് സഹിക്കാതെ അത് ജീവികളെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ അതിന് നട്ടലിന് എന്തോ പരിക്കു പറ്റിയപ്പോൾ നേരെ നിൽക്കാനുമായില്ല. അങ്ങനെയാണത് കങ്കാരുവിനെ പോലെ ചാടി ചാടി നീങ്ങിയതും ആൾക്കാരിലേക്ക് ഭയം ജനിപ്പിച്ചതും. ഇതുപോലെ പല കഥകളും നമ്മുടെ കേരളത്തിലുണ്ട്. ദുരൂഹമായ നിഗൂഢമായ പല കഥകളും. ഇതിനെ ചുറ്റിപ്പറ്റി പല സമൂഹ മാധ്യമങ്ങളിലും പ്രാദേശിക മാധ്യമങ്ങളിലും കഥ പടർന്നു പിടിക്കുന്നതിന് കാരണം ഇതാണ്. പല അവകാശവാദങ്ങളിലും സങ്കല്പങ്ങളിലും മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ഭാവനകൾ. ഒരു ജീവിവർഗത്തെ ലോകം അംഗീകരിക്കണമെങ്കിൽ അതിന് ഭാവനകളല്ല വേണ്ടത്, ശാസ്ത്രീയമായ തെളിവുകളാണ്. ഈ തെളിവുകളുടെ ആധികാരികതയാണ് അവയെ യാഥാർത്ഥ്യവുമായി കൂട്ടിയിണക്കുന്നത്. ഇനി വാട്സപ്പ് ഫോർവേഡുകളിലും അല്ലാതെ വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും നമ്മളൊരു സംഭവത്തെ കാണുമ്പോൾ, ഒരു അജ്ഞാത ജീവിയോ പ്രതിഭാസത്തെക്കുറിച്ച് അറിയുമ്പോൾ ഒന്നും കൂടി അന്വേഷിച്ചറിയാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഭ്രാന്തമായ ഒരാളുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു കാൽപ്പനിക ജീവിയായിരിക്കാം അത്. ഇനി ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഒന്നുകൂടി അന്വേഷിച്ചുറപ്പിക്കുക. ഒരുപക്ഷെ ഇതാരുടെങ്കിലും ഭാവനകളായിരുന്നെങ്കിലോ? ഇതുപോലുള്ള നിങ്ങൾക്ക് രസകരമായും ദുരൂഹമായി തോന്നിയ കഥകളെക്കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.